ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിക്രം വേദയും കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിലൂടെ ഒരു വണ്ടി പോകുന്നത് കാണാണ്. അപ്പോഴാണ് അവിടെ റോഡുള്ളതിനെ അവരറിയുന്നത്. വിക്രം വേഗം ഓടിച്ചെന്ന് ഒരു ലിഫ്റ്റ് വയ്ക്കും. കയറിക്കോളൂ. അങ്ങനെ വിക്രം വേദയെ കൂട്ടി ആ വണ്ടിക്കകത്ത് കയറും. അപ്പൊ തന്നെ ആ ഡ്രൈവർ വയ്ക്കും, എന്താ ഇവിടെ, എവിടുന്ന് വരുന്നു? വിക്രം അപ്പൊ തന്നെ പറയും, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ, വഴി തെറ്റിപ്പോയി. വഴി തെറ്റിപ്പോയെന്നോ? വിക്രം പറയും, അതെ, ഞാനും ഇവളും കൂടെ രാത്രി ട്രക്കിങ്ങിന് പോയതാ, കാട്ടിൽ വെച്ച് വഴി തെറ്റി അല്ലേ എന്ന് നോക്കുമ്പോ വേദ പറയും, അതെ. ശരി, വീട് എവിടെയാ? തോട്ടപ്പടിയാ? ഞങ്ങളെ ടൗണിൽ ഇറക്കിയാൽ മതി, എന്നാ പോവാം എന്നയാൾ പറയുമ്പോ വേദ ചിരിക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ നോക്കും. വേദ ചിരിച്ചത് ആ കള്ളത്തരം അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിലാ. അങ്ങനെ അവര് നാട്ടിലേക്ക് പോവാണേ. ഇതേ സമയം നാട്ടിലെ പ്രശ്നങ്ങളൊന്നും ഇവരറിഞ്ഞിട്ടില്ല. ഇവരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. നാട്ടിലെ വീട്ടിലാണെങ്കിൽ മാഷ് ബാങ്കിൽ പോയി തിരിച്ചെത്തി വിവരങ്ങളെല്ലാം മക്കളോടും ഭാര്യയോടും പറയാം. ബാങ്ക് ആള് പറഞ്ഞതുപോലെ നമുക്ക് ശ്രീനിവാസിനെ പോയി കണ്ടാലോ? അപ്പൊ തന്നെ മാഷ് പറയും, ഇനി ഒരാളുടെ മുന്നില് പോയി തല കുനിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഇവരുടെ സംസാരത്തില് നന്ദിനി പറയും, എനിക്ക് പിന്നെ അവർ എല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുത്താലോ? അത് നല്ല കാര്യമായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്, നമുക്ക് തന്നെ ചെയ്യാച്ചാ. അപ്പൊ മാഷിക്കും, അതിന് നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ലേ? കമല പറയും, ഇനിയും അച്ഛനെ ബുദ്ധിമുട്ടിക്കണോ? നിങ്ങൾക്ക് ചെയ്തുകൂടെ അത്? മാഷ് പറയും, അതുകൊണ്ടൊന്നും കാര്യമില്ല, എല്ലാം അവരുടെ കയ്യിലാണ്. വിനായകൻ പറയും, വിക്രമിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അയാളുടെ മകനെ പോയി തല്ലേണ്ടത്? അതുകൊണ്ടല്ലേ ഗതി വന്നത്? മാഷ് പറയും, പറഞ്ഞിട്ടെന്ത്, എല്ലാം സംഭവിച്ചോ? ഇപ്പോ അനുഭവിക്കുന്നത് നമ്മളല്ലേ, അവൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്നിങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് വാസവൻ വരുന്നത്. അയാൾ വന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി ചെല്ലണേ. ഇവരും പിന്നാലെ ചെല്ലും. വിനായകൻ പറയും, എന്തായാലും വന്നതല്ലേ, പറയുന്നത് എന്താന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടാ ഇവർ പോകുന്നത്. അങ്ങനെ വാസ്തവൻ അവിടെ ഹാളില് കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ച് കസേരയിൽ ഹാളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് വിക്രം വേദയെ എവിടെ, അവരെവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നോക്കും. ഇത് കേൾക്കുന്ന ഇവരാകെ ഞെട്ടിപ്പോവും. എല്ലാവരും പറയും അവരിവിടെ ഇല്ല. എന്നാ ആ വാസവൻ ഇത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ കമല പറയും, അവരെങ്ങോട്ടാ പോയതെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയില്ല. വിഷവും പറയും, അവരിങ്ങോട്ട് വന്നിട്ടില്ല. അവൻ വിളിക്കില്ല, പക്ഷേ അവളെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇല്ല സാർ. ഇത് കേൾക്കുമ്പോൾ അയാള് അത് പുച്ഛത്തിലെടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരത്തെ, സഹകരണ ബാങ്കിനെ ഈ വീടിന്റെ ജപ്തി നടത്താൻ 15 ദിവസം സമയം വേണം. അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങള് അവരെ വിട്ടു തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീടിനങ്ങ് തീയിടാം. ഇത് കേൾക്കുന്ന എല്ലാവരും ആകെ ഭയക്കും. മാഷിനെ അപ്പോഴും ഭയം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന സംഘം എപ്പോഴും അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉറങ്ങുമ്പോ പോലും ഒരു ശ്രദ്ധ വേണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ മാഷ് പറയും, എല്ലാവരെയും പച്ചയ്ക്ക് കത്തിക്കുന്നു പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? ഇവിടെ പോലീസും നിയമമുണ്ട്. അപ്പൊ അയാൾ അത് പുച്ഛത്തില് മാഷ തോളിൽ തട്ടിയിട്ട് പറയും, ചെന്ന് പരാതി കൊടുക്ക്, പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കമല പേടിച്ച് മാഷേന്ന് വിളിച്ച് അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ സങ്കടത്തിൽ കരയണേ. വിഷം പറയും, ഇനിയിപ്പോ വേദയുടെയും വിക്രമിന്റെയും കാര്യം? വിനായകൻ പറയും, ഒന്നും പറയണ്ട, ഇവരുടെ കൈ കിട്ടിയ അവരുടെ കാര്യം തീർന്നത് തന്നെ. ഇത് കേൾക്കുന്ന കമലയുടെ സങ്കടം ഒന്നുകൂടെ ഇരട്ടിയാവും, പേടി. അങ്ങനെ ഇരിക്കുകയാണ് അവര്. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രവും നാട്ടിലേക്ക് ആ വണ്ടിയിൽ ഇങ്ങനെ വരിക. വണ്ടിയിലിരുന്ന് വേദ വിക്രമിനെ ഇങ്ങനെ നോക്കി നല്ല സന്തോഷത്തില് ഇങ്ങനെ ചിരിച്ചിരിക്കണേ. കാരണം വിക്രമിനെ കൂടെ ഇത്രയും ദിവസം ആ കാട്ടിലുണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും വേദ ഇത് സമയം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവര് നാട്ടിലേക്ക് വരിക. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മാഷിന്റെ വീട്ടിലെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് വീണ്ടും സംസാരിക്കുകയാണ്. മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ട്. നന്ദിനി പറയും, ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇതിപ്പോ അനുഭവിക്കാനും ഇടയായി. ഒരു വശത്തെ ജപ്തി, മറുവശത്തെ MLA ഭീഷണി, എന്ത് ചെയ്യും? മാഷിങ്ങനെ നോക്കുമ്പോ, അല്ല ഞാൻ സാഹചര്യം പറഞ്ഞതാ. വിശ്വം പറയും, സാഹചര്യം പറയല്ല വേണ്ടത്, നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താ വേണ്ടത്. അപ്പൊ കമല പറയും, ഇത്രയും വലുതായിട്ടും അതിനും അച്ഛൻ വേണോ? ശ്രീചേർത്തി പറയും, വക്കീലിനെ കാണുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, അതൊന്നും നടക്കില്ല എന്ന് മാഷ് തീർത്തു പറയണേ. വിനയം പറയും, ഇനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അച്ഛൻ ചെന്ന് ആ MLA കാല് പിടിക്കുക. ഇത് കേൾക്കലും കമല അങ്ങ് പൊട്ടിത്തെറിക്കും. എന്താടാ പറഞ്ഞത്? നാണം കെട്ടവനെ, അച്ഛന്റെ മുഖത്ത് നോക്കി, നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോ. ഇന്നുവരെയും ആരുടെയും കാല് പിടിക്കേണ്ട ഗതികേട് അച്ഛനുണ്ടായിട്ടില്ല. ഇല്ലായ്മയിലും വല്ലായ്മയിലും തല ഉയർത്തിപ്പിടിച്ചേ അച്ഛൻ ജീവിച്ചിട്ടുള്ളൂ. വിനയം പറയും, ഇപ്പൊ തല താഴ്ത്തേണ്ടി വന്നത് ഞങ്ങള് കാരണമല്ലല്ലോ, അമ്മയുടെ പുന്നാര മകനും മരുമകളും കാരണമല്ലേ? അല്ലെങ്കിൽ എല്ലാം കൂടെ ബാങ്കിന് വിട്ടുകൊടുത്തിട്ട് അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിൽക്കണം. വിഷവും അതാണ് നല്ലതെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോ മാഷിന് ഇഷ്ടപ്പെടുന്നില്ല. നേടിയവനെ നഷ്ടത്തിന്റെ വിലയറി, അതിന്റെ പങ്കുപറ്റി ജീവിച്ചവർക്ക് അതറിയില്ല. അല്ലച്ച, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാഷ് പറയും, മിണ്ടിപ്പോവരുത്, ഇവിടുന്ന് ഇറങ്ങിയാ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കേണ്ട. ആ നിമിഷം വരെ മാത്രമേ എന്റെ മക്കൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞ് ഓരോരുത്തരും സ്വന്തം വഴി നോക്കിക്കൊള്ളണം. പിന്നെ ഒരുപാട് സൗകര്യമുള്ള ഒരു വീട് അച്ഛന്റെ അച്ഛൻ നിർമ്മിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെല്ലണ്ട. അച്ഛമ്മയുടെ കാലശേഷം അതെങ്ങനെ വേണമെന്ന് അച്ഛൻ മുമ്പേ വിൽപത്രം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ തീരുമാനിച്ചോളും തറവാടിന്റെ ഭാവി. അത് പറഞ്ഞ് മാഷ് അവിടുന്ന് പോകും. നന്ദിനി ഇതെല്ലാം കേട്ട് ഷോക്കാവണേ. ഇങ്ങോട്ട് വന്നേ മനുഷ്യ എന്ന് പറഞ്ഞ് വിനയനെ കൂട്ടി അകത്തേക്ക് പോകും. ഇതേ സമയം വിഷം പോകാൻ തുടങ്ങുമ്പോ ശ്രീചെറിയും, നമുക്ക് ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആ MLA പോയി കണ്ടാലോ, കരഞ്ഞ് കാല് പിടിക്കാം.
വിശ്വം പറയും അതുകൊണ്ട് എന്തുണ്ടാവാനാ, അതുകൊണ്ട് അയാൾ പിന്മാറുമോ? ഒരിക്കലും ഇല്ല, നിന്റെ മനസ്സ് നല്ലതാ, അതുകൊണ്ടാ. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എന്ന് പറഞ്ഞ് വിശ്വം പോകും. ഇതേ സമയം നന്ദിനി വിനായകനോട് പറയണേ, ഇനിയിപ്പോ അച്ഛമ്മയുടെ സ്വത്ത് ഉണ്ടെന്ന് കരുതിയാ നിന്നത്, റിസോർട്ട്, വീട്, ഹോം സ്റ്റേ, എല്ലാം പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വിനായകൻ പറയും, ഇനിയിപ്പോ ചെറിയച്ഛൻ വരണം. അതിന് നിങ്ങൾ ചെറിയച്ഛനെ കണ്ടിട്ടുണ്ടോ? അങ്ങേരെ നിങ്ങൾ ചെറുതാവുന്നതിന്റെ എത്രയോ മുമ്പ് നാട് വിട്ടു പോയതല്ലേ? വിനയം പറയും, എടി നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, ഈ വീട് ജപ്തി ചെയ്താൽ ഈ വീടേ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് സംസാരിച്ച് അവരെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കും. അതിന്റെ 40% കിട്ടുമല്ലോ, അത് മതി. ഈ വീട് വിട്ടിറങ്ങുമ്പോ എന്റെ കയ്യിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നന്ദിനിക്ക് സന്തോഷവും. എങ്കിലേ നമുക്ക് മാത്രമായിട്ട് ഒരു വീടെടുത്ത് മാറണം. വിനയം പറയും, പിന്നല്ലാതെ, എന്നിട്ട് വേണം നമുക്ക് ജൂനിയർ വിനായകനെ വരവേൽക്കാൻ എന്ന് പറഞ്ഞ് പാട്ടും പാടി നിൽക്കുക രണ്ടുപേരും. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോല് കാണിക്കുന്നത് വിക്രവും വേദയും നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ്. ആ ഡ്രൈവറെ അവരുടെ ടൗണിൽ ഇറക്കും. ഈ സമയം വിക്രത്തിനും വേദയ്ക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണല്ലോ. വിക്രമിന്റെ വണ്ടിയാണെങ്കിൽ ആ വീട്ടിലാണ് വേദയെ കെട്ടിയിട്ടിരുന്ന. അങ്ങനെ അവരങ്ങോട്ട് ചെല്ലാണ്. ഈ സമയം വേദ എന്തോ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. വിക്രം തടയുന്നുണ്ടെങ്കിലും വാ വിക്രു എന്ന് പറഞ്ഞ് കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ഭാഗത്തേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് നേരെ അവർ ബൈക്കിൽ തിരികെ അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സന്തോഷത്തോടെ അവരെത്തുമ്പോൾ ശ്രീജ ഇവരെ കണ്ട അടുത്തേക്ക് ഓടാൻ തുടങ്ങണേ. അപ്പൊ കമല ശ്രീജയുടെ കൈ പിടിച്ച് വെക്കുക, ആരുടെ അടുത്ത് പോവാൻ സമ്മതിക്കുന്നില്ല. ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ വിക്രമും വേദയും ഞെട്ടിപ്പോവാണ്. അങ്ങനെ അവരവിടെ നിൽക്കുമ്പോൾ തന്നെ വിനായകനും നന്ദിനിയും വിഷുവും എല്ലാവരും വരുന്നുണ്ട്. മാഷ് അവിടെ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ ഇവരെ കൂടുതൽ വേദനിപ്പിക്കണേ. നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ എന്നുള്ള രീതിയിൽ കമല ഇവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്താ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. നന്ദിനി പറയും, ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവരോട് പറയാണ്. അങ്ങനെ ജപ്തിയെക്കുറിച്ചും വാസ്തവന്റെ ഭീഷണിയെക്കുറിച്ചും അറിയുന്ന ഇവരാകെ ഞെട്ടിപ്പോകും. പരസ്പരം ഞെട്ടലോടെ നോക്കുക. വിക്രത്തിന്റെ സ്വഭാവം വെച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. വിക്രം ആകെ ഞെട്ടലും ദേഷ്യത്തിലും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം ക്ഷേത്രത്തിൽ പോയ കമലയെ കാണാനായിട്ട് വേദയുടെ അമ്മ വരുന്നുണ്ട്. എന്നിട്ട് ഈ പ്രശ്നങ്ങളും വേദയുടെ കിഡ്നാപ്പിംഗ് സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. അവര് നന്നായി പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിക്രത്തിൽ നിന്നും വേദയെ മോചിപ്പിച്ചു തരണമെന്ന് കൈകൂപ്പി ഒരു താഴ്മയായി അപേക്ഷിക്കണേ. ഇത് കേൾക്കുന്ന കമലയ്ക്ക് അങ്ങ് സങ്കടാകും. വിക്രം കാരണം, അതായത് തന്റെ മകൻ കാരണം ഒരാളുടെ ജീവനും ഒരു അബദ്ധം വരരുതെന്ന് ആ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേദയെ അത്ര ഇഷ്ടമാണല്ലോ. അങ്ങനെ തിരികെ വീട്ടിലെത്തുന്ന കമല വേദയോട് സംസാരിക്കണേ. ഈ സമയം അങ്ങോട്ട് രാധയും വന്നിട്ടുണ്ട്. അങ്ങനെ രാധയുടെയും മാഷിന്റെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദയോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയണേ. ഇനി വിക്രമിന്റെ ജീവിതത്തിൽ വേണ്ടാന്നും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാവും. വിക്രവും ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്തിരുന്ന അമ്മ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടലോടെ നിൽക്കണേ. അങ്ങനെ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ വേദയ്ക്കും എന്താ വിക്രം എന്താ ഒന്നും പറയത്തത്, ഒരു നിമിഷം പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ല, അതിപ്പോ പറയണം. ഇതിനുത്തരം കിട്ടിയാൽ ഇല്ലെന്നാണെങ്കിൽ ആ നിമിഷം വേദ ഇവിടുന്ന് സ്ഥലം വിടും. ഇത് കേൾക്കുമ്പോ വിക്രം വേദയുടെ കണ്ണുകളിലേക്ക് നോക്കണേ. ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക്